മലയാളികൾ പൊതുവെ പണ്ട് മുതൽക്കേ അസുഖങ്ങൾ ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പണ്ടൊക്കെ പറഞ്ഞിരുന്നത് എന്ത് അസുഖം വന്നാലും അതൊരു വായുകോപമാണ് എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളതിനെ ഗ്യാസ് ട്രബിൾ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് കാണാറുണ്ട് പല അസുഖങ്ങളും. അപ്പം ഇങ്ങനെ ഒരു ജനറലൈസേഷൻ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടോ? ദോഷമുണ്ട്. കാരണം ഇത് ഓരോ മലയാളികൾ പൊതുവെ ഗ്യാസിൻ്റെ രോഗമെന്ന് പലരും പറയും. പലരുടെ ഗ്യാസും പലതാണ്. ചിലർക്ക് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് പെരുകിയിരിക്കുക, ഗ്യാസ് ഉള്ളിലിരിക്കുക, ബ്ലോട്ടിങ് എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. ചിലരുടെ ഗ്യാസ് എന്ന് പറയുന്നത് അസിഡിറ്റി, എരിച്ചിൽ പുകച്ചിലിനെയാണ്. ചിലർ നെഞ്ചരിച്ചിലിനെ ഗ്യാസ് എന്ന് പറയും. നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഈ പ്രശ്നം പലപ്പോഴും ഹാർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റവും ആയിരിക്കാം. ചിലപ്പോൾ ഈ മയക്കാടിൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രശ്നത്തിന് പലപ്പോഴും സിംറ്റം നെഞ്ചിലെ വേദന അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലത്തെ സിംറ്റം ആയിരിക്കും. അപ്പം നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഒരു ഡോക്ടറെ അടുത്ത് തന്നെ എനിക്ക് ഒരു ഗ്യാസിൻ്റെ പ്രശ്നം, നെഞ്ചത്തൊരു ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഗ്യാസിൻ്റെ പ്രശ്നം ആയിരിക്കണം എന്നില്ല. അത് ഒരു പക്ഷേ ചിലപ്പോൾ അത് ഹാർട്ടിൻ്റെയോ സീരിയസ് ആയിട്ടുള്ള രോഗമായിരുന്നിരിക്കാം. അപ്പം അതുകൊണ്ട് പൊതുവേ നമ്മുടെ ഈ ഒരു ടെർമിനോളജിയുടെ തന്നെ പ്രശ്നമാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുകുടലിലൊക്കെ അനാവശ്യ എയർ ഉണ്ടാവുന്ന പ്രക്രിയയാണ്. അത് വളരെ ലഘുവായ പ്രശ്നമാണ്. എന്നാൽ ചിലർ പറഞ്ഞ നെഞ്ചത്തെ ഗ്യാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാർട്ടിൻ്റെ തീവ്രമായ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് കുറച്ചുകൂടെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ, ഒരു അവബോധം ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.